ഹലോ ഗേസ്, നമുക്കിന്ന് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് നോക്കിയാലോ. Reach Learning Edge, spreading the knowledge for the humankind. വെൽക്കം ടു ഏറ്റവും വീഡിയോ ഓഫ് റീച്ച് ലേണിംഗ് എഡ്സ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒക്കെ തമ്മിൽ എന്താണ് ഒരു ബന്ധം എന്നുള്ളത് നോക്കുന്നത്. ഇത് നമ്മുടെ +2 ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് 2 ചാപ്റ്റർ, നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന 2 ചാപ്റ്ററിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന 2-3 കോൺസെപ്റ്റാണ്. ഇത് മൂന്നും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഈ വീഡിയോക്ക് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പഠിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഡൈമെൻഷൻസ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാതെ പഠിക്കാതെ നമുക്ക് ഓർത്ത് വെച്ച് എഴുതാം എന്നുള്ളത്. അതായത് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തുടക്കം വെച്ചിട്ട് ബാക്കി രണ്ടാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. എങ്ങനെ നോക്കിയാലോ. നമുക്ക് ഇതിനകത്ത് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഫോഴ്സിന് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ജനറലി എങ്ങനെ എടുക്കുന്നു, 1/4πε0 Q1 Q2/r². ഇങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത് നോർമലി. ഞാനിവിടെ ഇപ്പോൾ എടുക്കാൻ പോകുന്ന കണ്ടീഷനിൽ ഞാനിപ്പം Q1 = Q2 = Q എന്ന് എടുക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും ഫൈനലായിട്ട്? F = 1/4πε0 Q1 Q2 Q ആ. അപ്പോൾ Q × Q എനിക്ക് എന്ത് കിട്ടും? Q²/r² എന്ന് കിട്ടും. ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാനിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് ഞാനിപ്പോൾ രണ്ടും ഒരേ ചാർജ് എടുത്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്തോ, രണ്ടും ഒരേ ചാർജ് ഇരിക്കുക, അവർ തമ്മിൽ ഇടയ്ക്കുന്നുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് യൂണിറ്റും ഡയമെൻഷൻ എഴുതുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും, അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. നോക്കാം. ഞാൻ ഇനി അടുത്തത് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ജനറലി എന്താ? 1/4πε0 Q/r². ഇങ്ങനെയല്ലേ നമ്മൾ എന്തോ പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പം നമുക്ക് ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലടി. ഇവിടെ നമുക്ക് ഒരു Q ഉണ്ട്, ഒരു 2 Q ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, ഒരു Q ആണുള്ളത്. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു Q വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇത് കിട്ടൂലേ. അപ്പം എനിക്ക് എനിക്ക് എങ്ങനെ എഴുതാം? E = F ആണ്. ഇത് അത്രയും F ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് F/Q എന്ന് എനിക്ക് എന്ത് ചെയ്യാം, എനിക്കറിയാം. Fൽ നിന്നും ഞാനൊരു Qനെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. ഇതാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇനി അടുത്ത എനിക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിൻ്റെ ഇത് ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q/r. ഇങ്ങനെയല്ലേ എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തോ ഒരു ബന്ധമില്ല. ഇതും ബന്ധമില്ലേ. ഇവിടെ ഒരു Q, ഇവിടെ ഒരു Q, ഇവിടെ ഒരു 1/4πε0, ഇവിടെ ഒരു 1/4πε0. ഇവിടെ 2 R ഉണ്ട്. 6 × R ആണ്. ഇവിടെ ഒരു R. അപ്പൊ ബേസിക്കലി ഇവിടെ ഈ ആറും ഇതൊക്കെ എന്തോ Q4 ചാർജ് ആണ്. 1/4πε0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ R എന്തോ, ഇവിടെ നമ്മൾ R എടുക്കുമ്പോൾ 2 ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ചാർജിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടുത്തെ R എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പക്ഷേ ഒരു ചാർജ്, ഇവിടെ നമുക്ക് ഒരു ചാർജ് ഉള്ളൂ. ഒരു ചാർജ് അത് ഡിസ്റ്റൻസ് പോകും തോറും, നമുക്കിപ്പോൾ ഞാൻ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് ഇവിടുത്തെ R. അതേപോലെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഡിസ്റ്റൻസ് ബേസ്ഡ് ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ പറയുന്ന ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി നമ്മൾ എന്തെടുക്കുന്നത്, R എന്നുള്ള ടേമിൽ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആറിന്റെ എന്തോ ഒരു കുറവുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു ആറിന്റെ കുറവുണ്ട്. ഇവിടെ എന്തോ ആക്ച്വലി സംഭവിക്കുന്നത്, നമുക്ക് ഇലക്ട്രിക് കറണ്ടിന്റെ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ, ഒന്നല്ല നമുക്ക് 2 ഇക്വേഷൻ പറയാം. ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് B = EL എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇവിടെ E എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. L എന്നുള്ളത് ലെങ്ത് ആണ്. ഈ R ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ R എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്തെടുക്കാം, R എന്ന് എടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് E = -dV/dr അല്ലെങ്കിൽ -d/dr ഓഫ് V. അതായത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ് d/dr ഓഫ് V എന്ന് എടുക്കാം. V ഇവിടെ സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ ഇതാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്തെഴുതാം, -dV = E.dr എന്ന് എനിക്കാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന് തിരിച്ചിവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എഴുതാം. ഇതർ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്താലും നമുക്ക് തിരിച്ചു തരാൻ ഈ മാർക്കൊക്കെ തന്നെ. കാരണം നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു റിയൽ മാത്തമെറ്റിക്കൽ ആസ്പെക്ട് നോക്കണ്ട. നമുക്കിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഡയമെൻഷൻ എഴുതാനുള്ളത്. ഇപ്പോൾ ഡയമെൻഷൻ ഞാൻ ഇതിന്റെ ഡയമെൻഷൻ എടുത്ത് എഴുതിയാലും ഇതിന്റെ ഡയമെൻഷൻ എഴുതിയാലും എനിക്ക് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ലെങ്ത്തിന്റെ ഡയമെൻഷൻ കയറി വരണം എന്നുള്ളതേ ഉള്ളൂ. ഡയമെൻഷൻ നോക്കുമ്പോൾ നമുക്ക് മാത്തമെറ്റിക്കൽ ആസ്പെക്ട് വേണ്ട, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ആസ്പെക്ട് ഒക്കെ വേണമെങ്കിൽ ഡിഫറൻഷിയേഷൻ ആണ്, നമുക്ക് അങ്ങനത്തെ ഇത് വരും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഡയമെൻഷൻ എങ്ങനെ പെട്ടെന്ന് എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാനിപ്പം ഡയമെൻഷൻ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ഇവിടെ ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ എപ്പോഴും നമ്മൾ +1 മുതലേ നമ്മൾ ആദ്യം തൊട്ടേ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു ഡയമെൻഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് നമുക്ക് എന്ത് കിട്ടും,
ഫോഴ്സിന്റെ ഡയമെൻഷൻ എങ്ങനെ കിട്ടും? എം എൽ ടി റൈസ് ടു -2 എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് ഇതിന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി ഇതിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് എത്താം, ഇങ്ങോട്ടും എത്താം. ഇവിടെ ഞാനിപ്പോൾ ഇത് മാത്രം പഠിക്കും. നമുക്ക് മാൻഡേറ്ററിലി ആദ്യം അറിയാം ഇവിടുത്തെ ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് എന്തില്ല, നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് ഇതിനൊരു ഡയമെൻഷൻ അങ്ങനെ ഒന്നുമില്ല. ഫോഴ്സ് എവിടെ ഉണ്ടോ അവിടെ അതിന്റെ ഡയമെൻഷൻ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? എം എൽ ടി റൈസ് ടു -2 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തറിയാം? നമുക്ക് അപ്പൊ ആദ്യത്തിന്റെ കാര്യം തീർന്നു. അപ്പം നമുക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. നമുക്ക് സാധാരണ നമുക്ക് വീടൊക്കെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? V=IR എന്ന് പറയുന്നത് നമ്മൾ ഓംസിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതൊക്കെ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും? കുറച്ചും കൂടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവും. അത് സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനിപ്പം എഫിന്റെ മാത്രം പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് ഇത് ചെയ്യാം. കാരണം എന്തുവാ, നമുക്ക് E=F/Q ആണെന്ന് അറിയാം. അപ്പൊ ഈയുടെ ഡയമെൻഷൻ എഴുതാൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഫിന്റെ ഡയമെൻഷൻ എന്തുവാ? എം എൽ ടി റൈസ് ടു -2 അത് നമുക്കറിയാം. ഇനി നമുക്ക് ക്യൂയുടെ ഡയമെൻഷൻ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം I=Q/T എന്നറിയാം. അതായത് കറണ്ട് ചാർജ് ബൈ ടൈം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇരുന്ന് നമുക്ക് ക്യൂയുടെ എന്തെഴുതാം? ഡയമെൻഷൻ എഴുതാം. I/T എന്ന് പറയും. ഐയുടെ ഡയമെൻഷൻ I തന്നെ, അല്ലെങ്കിൽ A എന്ന് എടുക്കാം. ആംബിയറിന്റെ A എന്നോ കറണ്ടിന്റെ I തന്നെ എടുത്തിട്ടാലും നമുക്ക് എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ A എടുക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? സോറി, I/T അല്ല, ടി മോളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് വരും? IT എന്ന് കിട്ടും. സോറി, ഈ ടി എല്ലാം ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് IT എന്ന് കിട്ടും. അപ്പൊ I എന്നുള്ള ഞാനിപ്പം എന്താ ഡയമെൻഷൻ എഴുതാൻ വേണ്ടി ഞാൻ ഇതിന് എന്താക്കുക? AT എന്നുള്ള കണക്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം മാറ്റുന്നു. അപ്പൊ ക്യൂയുടെ ഡയമെൻഷൻ എനിക്ക് എന്ത് കിട്ടും? AT എന്ന് കിട്ടും. ഇതപ്പം തീർന്നു. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കാര്യമായി. നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ നമുക്ക് എം എൽ ടി താഴെ എന്താണ്? 1 ആണ്. അപ്പൊ മോളിൽ പോകുമ്പോൾ -1 ഉണ്ടാവും. നമുക്ക് എൻ്റെ ആയിട്ട് എന്ത് കിട്ടും? T റൈസ് ടു -3 എന്ന് കിട്ടും. A താഴെ 1 ആയിട്ട് കിടക്കുക, പോസിറ്റീവ് കിടക്കുക. മോളിൽ പോകുമ്പോൾ എന്താവും? A ഇൻവേഴ്സ് ആവും. തീർന്നു, സിമ്പിൾ. ഈയുടെ ഡയമെൻഷൻ എന്തായി? നമുക്ക് കിട്ടി. ഇനി അടുത്താണ് എന്ത്? നമ്മുടെ ബിയുടെ ഡയമെൻഷൻ നമുക്ക് എന്താണ്? E/R ആണെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാം. അപ്പൊ നമുക്ക് ഈയുടെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ബി ഡയമെൻഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താവും? എം എൽ ടി റൈസ് ടു -3 A റൈസ് ടു -1 ഇൻറ്റു നമുക്കിവിടെ R ആണ്. R എന്നുള്ളത് എന്താണ്? ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്തുവാ? L ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ML² T റൈസ് ടു -3 A റൈസ് ടു -1. സിമ്പിൾ ആയില്ലേ? തീർന്നു. ഇത്രേ ഉള്ളൂ ഇവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ ഒരു ബന്ധവും നോക്കായി. നമുക്കിപ്പം ഇവിടെ നമുക്കൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ ഏത് നമുക്ക് ഈ ഇക്വേഷൻ മാത്രമേ അറിയാവൂ. നമുക്ക് ഇതിൽ നിന്നും ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഒരു ക്യൂവിന് എടുത്ത് കളയുക, നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് മാത്രം പഠിച്ച് ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വരുന്ന നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം, അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് പറയാം. നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ് ജനറലി എന്താ? ന്യൂട്ടണാണ്. അപ്പം ഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെ ന്യൂട്ടൺ തന്നെ. ഇവിടെ നമുക്ക് വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? F/Q അല്ലേ? ക്യൂയുടെ യൂണിറ്റ് എന്താ? കൂളോംബ് അല്ലേ? അപ്പം ഇവിടെ ഫോഴ്സ് എന്താ? ന്യൂട്ടൺ. താഴെ എന്ത് വരും? കൂളം വരും. ന്യൂട്ടൺ പെർ കൂളം, അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളം ഇൻവേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് നമുക്ക് എപ്പോഴും അറിയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട V. അപ്പൊ അത് തീർന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇത് തമ്മിൽ നമുക്ക് ബന്ധം ചെയ്യാം. ഡയമെൻഷൻ ഇത് മാത്രം പഠിച്ച് നമുക്ക് ഇത് മാത്രം എത്തിക്കാം. ഇക്വേഷൻ ഇത് മാത്രം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് എന്ത്? നമുക്ക് ബേസിക്കലി ഒരു ഇക്വേഷന്റെ ഇവരുടെ ഒരു 3 പേരുടെ ഒരു ബന്ധം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഇതേപോലെ ഏത് ടോപ്പിക്കാണ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ until then you are watching Reach Learning Edge and it's me again signing off. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.